നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. ഏറ്റവും പുതുതായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ. ഇപ്പം പ്രധാനമായും ഉള്ളൊരു കാര്യം, റയൽ ഇനി പുതിയ താരത്തെ കൊണ്ടുവരുമോ? ESPN റിപ്പോർട്ട്, റോദ്ര റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റയൽ മാഡ്രിഡ് വിൽ കീപ്പ് ലുക്കിംഗ് ഫോർ മിഡ്ഫീൽഡേഴ്സ് ഓപ്ഷൻസ് അൺടിൽ ദി എൻഡ് ഓഫ് ദി മാർക്കറ്റ്. മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് ആളെത്തിക്കാൻ വേണ്ടി റയൽ മാഡ്രിഡ് അൺടിൽ ദി എൻഡ് ഓഫ് ദി മാർക്കറ്റ് ശ്രമങ്ങൾ നടത്തും. ആസ് ഓഫ് നൗ അങ്ങനെ ഏതെങ്കിലും ഒരു പേര് റയൽ മാഡ്രിഡ് കൺവിൻസ്ഡ് ആയിട്ടില്ല. ഇന്ന മിഡ്ഫീൽഡറെ കൊണ്ടുവരണം എന്ന് അങ്ങ് ഉറപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഡാനി സെബയോസ് റയൽ മാഡ്രിഡ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ അദ്ദേഹം പരിഗണിക്കുന്നു. മറ്റെവിടെയെങ്കിലും പോയാൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത് എന്നുകൂടി ESPN റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞില്ല, റയൽ മാഡ്രിഡിൻ്റെ സ്കൗട്ടിംഗ് ടീം ബിലീവ് ചെയ്യുന്നത് ഒരു ന്യൂ ടച്ച് ലൈൻ വിങ്ങർ വേണം. അത് സ്ക്വാഡിലേക്കൊരു കൂടുതൽ മികച്ച അഡീഷൻ ആയിരിക്കും എന്നാണ്. എന്നാൽ ഇപ്പോഴും റയൽ ഒഫീഷ്യലി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നോ മോർ സൈനിങ്സ് അൺലെസ് എ സെയിൽ ഹാപ്പൻസ് എന്നാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ചില പൊസിഷനുകൾ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ സെയിൽ ഏത് എന്നുള്ള ചോദ്യമുണ്ട്. റോഡ്രിഗോ പുറത്തേക്ക് എന്നുള്ള സൂചനകൾ ഓൾറെഡി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പിയറോ ഹിൻകപ്പി അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് അങ്ങോട്ട് ഓഫർ ചെയ്യുകയാണ്. ഞാൻ വരാൻ തയ്യാറാണ് എന്ന തരത്തിൽ അദ്ദേഹം ഓഫർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നിലവിലെ CB സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹിൻകപ്പി ഹാസ് ബീൻ ഓഫേർഡ്. അതേസമയം മോസ്കേറയുടെ കാര്യത്തിൽ അദ്ദേഹം ലിസ്റ്റിലുണ്ട്, പക്ഷേ ഹി വിൽ ജോയിൻ ആഴ്സണൽ. പിന്നെ കൊനാറ്റയുടെ കാര്യത്തിൽ കൊനാറ്റയ്ക്കും താല്പര്യമുണ്ട്, റയലിനും താല്പര്യമുണ്ട്. പക്ഷേ ഫ്രീ ഏജൻ്റായിട്ടാണ് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സമ്മറിൽ മാത്രമേ അത് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. സോ ഈ പറഞ്ഞ പോലെ CB സിറ്റുവേഷനും അണ്ടിൽ ദി എൻഡ് ഓഫ് ദി മാർക്കറ്റ് തുടരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഈ സെർജറി കഴിഞ്ഞതാണ്. അദ്ദേഹത്തിന് 2-3 മാസക്കാലം പുറത്തിരിക്കേണ്ടി വരും. അടുത്ത സീസണിൻ്റെ തുടക്കത്തിലെ കുറച്ച് സമയങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ആ ഏരിയ ആര് കവർ ചെയ്യുമെന്നുള്ളതാണ്. Diario AS അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് സാബി അലോൺസോ ഈസ് എക്സ്പെക്റ്റഡ് ടു യൂസ് ആർദ ഗ്യൂളർ ആൻഡ് ഫ്രാങ്കോ മസ്റ്റൻഡൂനോ ടു കവർ ജൂഡ് ബെല്ലിംഗാംസ് ആബ്സെൻസ്. അപ്പോൾ ഈ രണ്ട് താരങ്ങളെ ആർദ ഗ്യൂളറും ഫ്രാങ്കോ മസ്റ്റൻഡൂനോ അവരെ ഉപയോഗപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിലെ ഒരു സിറ്റുവേഷൻസ് ഉള്ളത്. എന്തായാലും മാർക്കറ്റിൽ റയൽ മാഡ്രിഡ് സജീവമായിട്ട് ഇടപെടാനുള്ള നല്ല സാധ്യതയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.